ആവാസ് ഉറുദു ഫൗണ്ടേഷൻ്റെ ഓൺലൈൻ പരിശീലന പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡിലൻ മൊബൈൽ ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്പിൻ്റെ പേരാണ് KDE കണക്റ്റ്. നമ്മൾ മൊബൈലിലുള്ള വിവരങ്ങളും കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ആപ്പാണ് KDE കണക്റ്റ്. ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടർ വളരെ എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. ആദ്യമായി പ്ലേ സ്റ്റോർ തുറന്നുകൊണ്ട് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. KDE കണക്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ മൊബൈൽ ആപ്പ് ലഭ്യമാകും. ഇതാണ് ആ മൊബൈൽ ആപ്പ്. ഞാൻ എൻ്റെ മൊബൈലിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് തുറക്കുക. ഇത് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മൊബൈലും നമ്മളുടെ കമ്പ്യൂട്ടറും ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. ഒന്നുകിൽ മൊബൈലിൻ്റെ ഡാറ്റയും ഹോട്ട്സ്പോട്ടും ഓണാക്കിയിട്ട് കമ്പ്യൂട്ടറുമായി കണക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റ് വൈഫൈയിൽ മൊബൈലും കമ്പ്യൂട്ടറും കണക്റ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഈ ആപ്പ് തുറക്കുന്നതോടുകൂടി അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി റിക്വസ്റ്റ് പെയറിംഗ് എന്ന് കാണിക്കും. ആദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ റിക്വസ്റ്റ് പെയറിംഗ് കാണിക്കുക, പിന്നീട് ഇത് കാണിക്കുന്നതല്ല. അപ്പോൾ റിക്വസ്റ്റ് പെയറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ KDE കണക്റ്റ് പെയറിംഗ് റിക്വസ്റ്റ് ഫ്രം നമ്മുടെ മൊബൈലിൻ്റെ പേരും കാണിക്കും. ഇവിടെ അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. അതോടുകൂടി നമ്മൾ മൊബൈൽ ആപ്പ് ഇതിൻ്റെ സ്ക്രീന് മാറിയിട്ടുണ്ടാകും. നമ്മളെ കമ്പ്യൂട്ടറിൽ KDE കണക്റ്റിൻ്റെ സിമ്പിൾ ഇവിടെ വന്നിട്ടുമുണ്ട്. കമ്പ്യൂട്ടറിൽ KDE കണക്റ്റിൻ്റെ സിമ്പിൾ വന്നിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റ് എന്ന് KDE കണക്റ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ മൊബൈലിലുള്ള ഒരു ഫയൽ കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യുകയാണ്. സെൻഡ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊബൈലിൻ്റെ സ്റ്റോറേജിലേക്ക് പോകുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മളെ മൊബൈലിൻ്റെ ഒരു ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്ന് കൊടുത്തു. ഇതോടുകൂടി നമ്മളെ ഫയൽ മൊബൈലിലേക്ക് നിന്ന് കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ആവുന്നതായിട്ട് കാണാവുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിൽ ഈ ഫയൽ എത്തിയിട്ടുണ്ടാകും. സെൻഡ് ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രൈവിലെ ഏത് ഫയലുകളും ഇമേജുകളും വീഡിയോ ഒക്കെ നമുക്ക് അതിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ഇമേജ് കൂടി എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഇങ്ങനെ എത്ര ഫയലുകൾ നമുക്ക് ഒന്നിച്ച് മൊബൈലിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സെലക്റ്റും ഞാനിപ്പോൾ 5 ഫയലുകൾ ഒന്നിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ എന്ന് കൊടുക്കുന്നതോടുകൂടി ഈ 5 ഫയലുകളും നമ്മളെ ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മളെ മൊബൈലിലുള്ള ഫയലുകൾ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. ഇതുപോലെ തിരിച്ച് കമ്പ്യൂട്ടറിലുള്ള ഫയലുകളും നമ്മുടെ മൊബൈലിലേക്ക് തിരിച്ചും കൊണ്ടുവരാവുന്നതാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഷെയർ ആൻഡ് റിസീവ് എന്ന പ്ലഗിൻസ് ആക്റ്റീവ് ആക്കേണ്ടതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് OK കൊടുക്കണം. എന്നാലാണ് കമ്പ്യൂട്ടറിൽ നിന്ന് ഉള്ള ഫയലുകൾ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ മൊബൈലിൻ്റെ ഡിവൈസിൻ്റെ മെസ്സേജുകൾക്കൊക്കെ OK കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇവിടെ ഈ KDE കണക്റ്റ് എന്നുള്ളതിൻ്റെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മൊബൈലിൻ്റെ പേര് അവിടെ കാണിക്കും. അതിന് സെൻഡ് ഫയൽ എന്ന് കൊടുത്താൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവിലേക്ക് പോകുന്നതാണ്. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഫയൽ, ഡെസ്ക്ടോപ്പിലുള്ള ഉറുദു കീ എന്നുള്ള ഒരു MP4 ഫയൽ എൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. സെൻഡ് ചെയ്യുന്നത് നമ്മളെ മൊബൈലിൻ്റെ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിൽ ലഭ്യമായിരിക്കും. അത് നമ്മൾ ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡർ ഞാൻ തുറന്നു വെക്കുകയാണ്. ഈ ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡർ ഞാൻ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഓപ്പൺ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിലേക്ക് ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഇവിടെ ഉറുദു കീ എന്നുള്ള ഈ ഫയൽ കമ്പ്യൂട്ടറിൽ നിന്ന് മൊബൈലിലേക്കുമായിട്ടുണ്ട്. കൂടാതെ ഈ KDE കണക്റ്റ് ഉപയോഗിച്ച് മറ്റു പല ഉപയോഗങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. അതിൽ ഒന്നുള്ളതാണ് സ്ലൈഡ് ഷോ റിമോട്ട്. ഇത് തുറന്നുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലെ എന്തെങ്കിലും സ്ലൈഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡറിൽ ഒരു സ്ലൈഡ് തുറന്നിട്ടുണ്ട്. ഗുൽസാറിനെ കുറിച്ചുള്ള ഒരു
സമഗ്രയിൽ ലഭ്യമായിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇവിടെ മൊബൈലിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്ത സ്ലൈഡുകൾ അങ്ങനെ ആയി വരും. അങ്ങനെ സ്ലൈഡുകൾ അതുപോലെ വീഡിയോ ഫയലുകളൊക്കെ മൊബൈലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാനും പോസ് ചെയ്യാനും സൗണ്ട് മാറ്റാനൊക്കെ ഈ ആപ്പ് കൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ മൾട്ടിമീഡിയ കൺട്രോൾ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഫയല് ഈ കമ്പ്യൂട്ടറിൽ ഒരു വീഡിയോ ഫയല് തുറക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വീഡിയോ ഫയല് അസംബ്ലറിൽ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് കൂടുതൽ മികച്ച രൂപത്തിൽ ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയുക. ഇതിന് അസംബ്ലറിൽ ഞാനൊരു വീഡിയോ കമ്പ്യൂട്ടറിൽ തുറന്നിട്ടുണ്ട്. ഇവിടെ അത് കമ്പ്യൂട്ടറിലെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് പ്ലേ ചെയ്യിക്കാം. ഒപ്പം തന്നെ അത് ഇത് പോസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വോളിയം കൂട്ടാനും കുറക്കാനൊക്കെ നമുക്ക് കഴിയും. അതുപോലെ തന്നെ റിമോട്ട് ഇൻപുട്ടായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ മൗസ് പോയിൻ്റർ ആയിട്ട് ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ ഫോണിൽ ക്ലോസ് ബട്ടണൊക്കെ നിൽക്കാം. ഇതുപോലെ ധാരാളം ഉപയോഗങ്ങൾ ഉള്ള ഒരു മൊബൈൽ ആപ്പാണ് ഈ KD കണക്റ്റ്. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിലോ മറ്റൊക്കെ വന്ന മെസ്സേജുകൾ നമുക്ക് കോപ്പി ചെയ്ത് കമ്പ്യൂട്ടറിൽ പേസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഇത് കൊണ്ട് ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മളെ മൊബൈലിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ അതുപോലെ ഫേസ്ബുക്കിലൊക്കെയുള്ള ടെക്സ്റ്റ് മെസ്സേജുകൾ നമ്മൾ കോപ്പി ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആവാസ് ഉറുദു ഓൺലൈൻ 2 എന്നുള്ള ഗ്രൂപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കോപ്പി ചെയ്യുകയാണ്. ഇത് കമ്പ്യൂട്ടറിലെ റൈറ്റർ എന്നുള്ള ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്ന് കൊടുക്കുന്നതോടുകൂടി ആ മെസ്സേജ് കോപ്പി ആവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ മെസ്സേജുകളും നമുക്കിങ്ങനെ ആവശ്യത്തിന് കോപ്പി ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അതും നമുക്ക് മൊബൈലിലേക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ഞാൻ ആവാസ് ഉറുദു എന്ന് ടൈപ്പ് ചെയ്ത് അത് കോപ്പി ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. ഇനി മൊബൈലിൽ അത് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത ആവാസ് ഉറുദു അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഫേസ്ബുക്കിലേക്ക് പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് വളരെ വളരെ എളുപ്പത്തിലും വളരെയധികം ഉപയോഗപ്രദവുമായിട്ടുള്ള ഈ മൊബൈൽ ആപ്പാണ് KD കണക്റ്റ്. ഈ KD കണക്റ്റ് എന്ന ആപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്